എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വർക്കാണ്. ചിക്കൻ കറി വർക്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വർക്ക് ശരിക്കും പറഞ്ഞാൽ വന്നത് ലക്നൌവിൽ നിന്നാണ്. ലക്നൗ ചിക്കൻ കറി വർക്ക് എന്നാണ് അതിന് പറയുന്നത്. എങ്കിലും നമുക്കും ഈ ചിക്കൻ കറി വർക്ക് പഠിച്ചാൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ എന്നാൽ വളരെ ഭംഗിയുള്ളൊരു തരം വർക്കാണ് ചിക്കൻ കറി വർക്ക്. ഈ ഷാഡോ വർക്കിനോട് ഏകദേശം അടുപ്പിച്ച് തന്നെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഷാഡോ വർക്കിൽ നിന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി വർക്ക് ഒന്ന് പഠിച്ചാലോ? ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇതേവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് കാണാൻ പോകുന്ന വർക്ക് ചിക്കൻ കറി വർക്കാണ്. ചിക്കൻ കറി വർക്ക് സാധാരണ ക്ലോത്തിന് ഏത് നിറമാണെങ്കിലും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ത്രെഡിൻ്റെ കളർ വൈറ്റ് കളറിലാണ്. അങ്ങനെയാണ് കൂടുതലും ചിക്കൻ കറി കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പല കളറുകളിലുള്ള ത്രെഡുകൾ യൂസ് ചെയ്ത് ചിക്കൻ കറി ചെയ്തിട്ടുണ്ടെങ്കിലും പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിക്ക് വൈറ്റ്. നമ്മൾ വർക്കുകൾ കണ്ടിട്ടുള്ളത് ശ്രദ്ധിച്ചാലും മതി, മിക്ക വർക്കുകളും വൈറ്റിലാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. വർക്ക് എപ്പോഴും വൈറ്റ് കളറിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കറി വർക്ക് ശരിക്കും പറഞ്ഞാൽ ലക്നൗ എന്നുള്ള ഒരു വർക്കാണ് ഈ ചിക്കൻ കറി. അപ്പം ലക്നൗവിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ എടുത്തേക്കുന്നത് 6 ഇഴ നമ്മുടെ ആങ്കർ ത്രെഡാണ്. അവർ ലക്നൗ ശരിക്കുള്ള ഒറിജിനൽ ചിക്കൻ കറി ചെയ്യുന്നത് ഒരുതരം കോട്ടൺ ത്രെഡാണ്. നമുക്കിവിടെ അത് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ആങ്കർ ത്രെഡിലും കട്ടിയുള്ള ഒരുതരം കോട്ടൺ ത്രെഡാണ് അവർ യൂസ് ചെയ്യുന്നത്. നല്ല തടിച്ച ഇതാണ് അത്. അപ്പം 2-3 ഇഴ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല കട്ടിക്കാണ് ചിക്കൻ കറി വർക്ക് സാധാരണ ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച ഷാഡോ വർക്കും ഇത് ഏകദേശം ഒരുപോലെയാണ് കണ്ടിട്ട് കഴിഞ്ഞാൽ. എങ്കിലും ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2-3 ഇഴയൊക്കെയാണ്, 2 ഇഴ 3 ഇഴ ഒക്കെ ഇട്ടാണ് സാധാരണ ചെയ്യുന്നത്. 6 ഇഴ ഇട്ട് വേണമെങ്കിലും ചെയ്യാമെങ്കിലും അതിന് ഭംഗി കൂടുതൽ എപ്പോഴും ഇഴ കുറവിട്ട് ചെയ്യുമ്പോഴാണ്. പക്ഷേ ചിക്കൻ കറി വർക്ക് നമ്മൾ തിക്കിലായിട്ടാണ് ചെയ്യുന്നത്, നല്ല തിക്കായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാഡോ വർക്കിൻ്റെ അത്രയും അടുപ്പിച്ച് ചെയ്യണമെന്നില്ല. സ്വല്പം അകത്തിയൊക്കെ ആണെങ്കിലും ചിക്കൻ കറി വർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ കറി വർക്ക് സാരികളിലും ചുരിദാറിലും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും അതെല്ലാം നിറയെ ചിക്കൻ വർക്ക് ചെയ്താണ് മിക്കവാറും ചിക്കൻ കറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരിയൊക്കെ അകത്തി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ ചിക്കൻ കറി വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും അതിനകത്തും ഈ ഹെറിംഗ് ബോൺ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യാം, നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുളിയൻ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യും, സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യും. ഇങ്ങനെ പല ഇതും നമ്മൾ ഈ മെയിൻ വർക്ക് ഷാഡോ വർക്കിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ കൂട്ടിയൊക്കെ ആണ് ചിക്കൻ കറി വർക്ക് ചെയ്യുന്നത്. ചിക്കൻ കറി വർക്ക് സാധാരണയായിട്ട് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ മാങ്ങ ഷേപ്പിലുള്ള വർക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വൈറ്റ് കളർ, ഇത് ഒരു സ്കൈ ബ്ലൂ കളർ ക്ലോത്തിൽ, ഇത് ഷിഫോൺ പോലത്തെ ക്ലോത്താണ്. ഈ ക്ലോത്തിൽ ചിക്കൻ കറി വർക്കും ഷാഡോ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നൈസ് ക്ലോത്തുകളിലാണ് ചെയ്യേണ്ടത്. എങ്കിൽ അതിൻ്റെ ഷാഡോ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ വിസിബിൾ ആകുകയുള്ളൂ. നമ്മൾ സാധാരണ ഷിഫോണ്, ജോർജറ്റ്, പോളിക്കോട്ടൺ, കോട്ട, ഓർഗൻഡി തുണി അങ്ങനെയൊക്കെയുള്ള സാധാരണ അങ്ങനെയുള്ള മെറ്റീരിയലിലാണ് കൂടുതലും നമ്മൾ ഈ ചിക്കൻ കറി വർക്കും ചെയ്യുന്ന ഷാഡോ വർക്ക് പോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഇവിടെ നിന്ന് ഒന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 6 ഇഴ നമ്മുടെ ആങ്കർ ത്രെഡ് 6 ഇഴയാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇങ്ങനെ വരുമ്പോഴുള്ള ഒറ്റയൊരു ത്രെഡ് എടുക്കുന്നത്, ആ ഒറ്റയൊരു ത്രെഡ് ഫുള്ളായിട്ടും എടുത്തിട്ടുണ്ട്. 6 ഇഴയും എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വല്പം തിക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 ഇഴ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് തൊട്ട് കാണാം. ഞാൻ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ബാക്ക് മറ്റേ ഷാഡോ വർക്കായിട്ട് ചെയ്യുന്നത് ഈ നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ചിട്ടാണ്. ഇവിടെ വരെ വന്നു കഴിയുമ്പോൾ ഒരു സ്വല്പം വ്യത്യാസത്തിൽ മാറിപ്പോകും. അതെങ്ങനെയാണെന്ന് ഇവിടെ വരെ വന്നു കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മളുടെ ഇത് കണ്ടില്ലേ, ഞാൻ അടിയിൽ ഒരു കെട്ടിട്ടതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ അടിയിൽ നിന്ന് ഇത് കാണാവുന്നതുകൊണ്ട് കഴിയുന്നതും അതിൻ്റെ കെട്ടിൻ്റെ അവിടെ നൂലൊന്നും അധികം നീണ്ടു നിൽക്കാതെ ചെയ്യുക. അപ്പോൾ ഇവിടം തൊട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഇനിയുള്ള ഈ ഭാഗം നമുക്ക് ഏതെങ്കിലും ഒരു വേറൊരു സ്റ്റിച്ചിട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നതിൽ ജസ്റ്റ് ഒന്ന് കുത്തി, ആ കുത്തിയതിൻ്റെ സ്വല്പം ബാക്കിലേക്കാണ് കുത്തിയേക്കുന്നത്. കുത്തിയതിന് ശേഷം അതിൻ്റെ വരയുടെ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് കുത്തുന്നത്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് കുത്തി ഇതുമായിട്ടൊന്ന് ചേർക്കുന്ന പോലെയാണ് അവിടെ കാണാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഒറ്റ സ്റ്റിച്ചായിട്ട് വരുന്ന പോലെ ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ആ വരയുടെ ഇപ്പുറത്തെ ഭാഗത്ത് കുത്താം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി അടുപ്പിച്ച് വേണമെന്നില്ല. ഈ സ്റ്റാർട്ടിങ് ഇച്ചിരി ഒന്ന് അടുപ്പിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി വർക്ക്
മറ്റേ നമ്മുടെ ഷാഡോ വർക്കിൻ്റെ അത്രയും അടുപ്പിച്ച് ചെയ്യണമെന്നില്ല. ഇത് ത്രെഡ് നമ്മൾ നല്ല കട്ടിക്കാണ് എടുക്കുന്നത്. ത്രെഡ് കട്ടിക്ക് എടുക്കുന്നത് കൊണ്ട് സ്വല്പമൊക്കെ അകന്നാണേലും കുഴപ്പമില്ല. എങ്കിലും എല്ലാം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വരുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു സാരിയിലാണെങ്കിലും കുർത്തിയിലാണെങ്കിലും ഒക്കെ, കുർത്തിയിലൊക്കെ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനിൽ വരെ ഈ ചിക്കൻ കറിയുടെ ഡിസൈൻ വരുന്നതുകൊണ്ട് നിറയെ വർക്ക് വരുമ്പോൾ ഇച്ചിരി അകന്നൊക്കെ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു വർക്ക് മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒത്തിരി അകത്തിയല്ല ചെയ്യുന്നത്, അടുപ്പിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് തയ്ച്ചാൽ നേരെ മറ്റേ വശത്താണ്. ഞാൻ ഷാഡോ വർക്ക് കാണിച്ചത് കൊണ്ടാണ് ഇതങ്ങ് ആദ്യം പറയാതെ അങ്ങ് വിട്ടത്. കാരണം ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഒരു വശത്ത് തയ്ച്ചാൽ നേരെ ഓപ്പോസിറ്റ് വശത്താണ് പിന്നെ അടുത്ത് സ്റ്റിച്ച് ഇടുന്നത്. അത് ഫ്രണ്ടിൽ കുത്തിയിട്ട് പിന്നെ ബാക്കിലേക്കാണ് കുത്തുന്നത്. എന്നപ്പോൾ നമുക്ക് അടിയിലൊരു ക്രോസ് ഷാഡോ ആയിട്ട്, ഇപ്പോൾ ക്രോസ് ഷാഡോ അടിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രോസ് ഷാഡോ ആയിട്ടാണ് വരുന്നത്. അത് കുറച്ചുകൂടെ ഇതുണ്ടല്ലേ, ഇതിപ്പം തീരെ ചെറിയ അടുപ്പിച്ചുള്ള സ്റ്റിച്ചാണ് ഞാൻ ഇട്ടത്. ഇനി ഇച്ചിരി അകത്തി നമുക്കിടാം. ഒത്തിരി അടുപ്പിച്ച് ചെയ്യുന്നില്ല, കുറച്ചൊക്കെ അകത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരെ നമുക്ക് ഒരേപോലെ വന്നിട്ട് പിന്നെ ഒരു ഇച്ചിരി വ്യത്യാസം ഇവിടെ വരുമ്പം വരുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാതെ, അവിടെ പറഞ്ഞാൽ മനസ്സിലാകില്ല, ചെയ്ത് പോകുമ്പോഴേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അല്ലാതെ മാറ്റി ചെയ്യാനുമുണ്ട്. അടിവശത്ത് ക്രോസ് ആയിട്ടാണ്. ഇത് തീരെ ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ തിരിച്ച് വെച്ച് ഹെറിംഗ് ബോൺ ചെയ്താലും മതി. പക്ഷേ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഇതേപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ബാക്കിലേക്ക് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗി. ലക്നൗ ചിക്കൻ കറി വർക്ക് ചെയ്ത ഡ്രസ്സുകൾക്കൊക്കെ നല്ല വിലയാണ്. കാരണം അത് ഹാൻഡ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ സ്വല്പം ഒന്ന് മെനക്കെട്ടാൽ അതേപോലെ സ്വന്തമായിട്ട് തയ്ച്ച് ഇടാവുന്നതാണ്. ഇതേപോലെ ആളുകൾ ഒത്തിരിയും മെനക്കെട്ടിരുന്ന് ഹാൻഡ് വർക്കായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചിക്കൻ കറി വർക്ക് ചെയ്ത ഡ്രസ്സുകൾക്കൊക്കെ ഇത്ര വില. അങ്ങനെ അകത്തി ചെയ്യാമെന്ന് പറഞ്ഞാലും പിന്നെയും അടുപ്പിച്ചടുപ്പിച്ച് പോയി വർത്താനം പറഞ്ഞ് കുറച്ചുകൂടെയൊക്കെ അകത്തി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു റണ്ണിങ് ആയിട്ട് വരുന്നില്ലേ, ആ സ്റ്റിച്ചിന് സ്വല്പം കൂടെ അകലത്തിൽ നമുക്ക് എടുത്തെടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്കിന് വേഗം തീരുകയും ചെയ്യും, ഇച്ചിരി മുന്നോട്ട് വേഗം പോകും. ഇനിയാണ് ഞാൻ പറയുന്ന വ്യത്യാസം വരാൻ പോകുന്നത്. വ്യത്യാസം വരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് വെച്ച് നമുക്ക് ഇത് കണ്ടില്ലേ, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമായതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങേ വശത്തെ ഇതിലേക്കല്ല തയ്ക്കുന്നത്, ഈ ഒരു കോണിലേക്കാണ് തയ്ച്ചെടുക്കുന്നത്. അല്ലേ, ഈ ഒരു കോണിലേക്ക് കൊണ്ടുവന്ന് ആ കോണിൻ്റെ പോയിന്റിൽ ഒന്നുകൂടെ ഒന്ന് കുത്തി, ബാക്കിലേക്കാണ് കുത്തിയതേ, ബാക്കിലേക്കൊന്ന് കുത്തി ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കുത്തി. ഇനിയിപ്പോൾ നമ്മുടെ റൂട്ട് ആ വഴിയിൽ നിന്ന് മാറി ഇങ്ങോട്ടിങ്ങ് മാറുക കേട്ടോ. ഈ വഴിയിലോട്ട് പോവുകയാണ് നമ്മൾ. ആ വഴി നമുക്ക് ചെയ്ത് തീർന്നു വരുമ്പോൾ ആ വഴിയിലോട്ട് കയറി വരാം. നമ്മുടെ റൂട്ട് മാറി ഇങ്ങോട്ട് കയറി. കേട്ടില്ലേ, ചിക്കൻ കറി വർക്ക് നമുക്ക് മഴങ്ങുമെന്ന് മനസ്സിലായില്ലേ. ലക്നൗക്കാർക്കല്ല, നമുക്കും ചിക്കൻ കറിയിൽ സ്വന്തമായിട്ട് ചെയ്ത് ഡ്രസ്സ് ഇടാവേ. എല്ലാവരും ഒന്ന് സ്വല്പം മനസ്സ് വെച്ചാൽ മതി, ചിക്കൻ കറി നമ്മുടെ കയ്യിൽ ഒതുങ്ങും. എൻ്റെ മാങ്ങയ്ക്കൊന്നും വലിയ ഷേപ്പൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി റഫായിട്ട് ചെയ്തതാണ്. ഇത് ഡ്രസ്സൊന്നുമല്ല, ഒരു വെറുതെ ഒരു മെറ്റീരിയൽ വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ സ്വല്പം ഷേപ്പിലൊക്കെ വരച്ചെടുക്കുക. ഇത് ട്രേസ് ചെയ്തൊന്നുമല്ല, വെറുതെ കൈകൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് വരച്ചെടുത്താണ്, അതാണ് ഷേപ്പ് കുറവ്. ഇത് കണ്ടില്ലേ, അടിയിൽ കൂടെ ഷാഡോ കാണാൻ പറ്റുന്നില്ലേ, വൈറ്റ് ഷാഡോ. മറ്റേ നമ്മുടെ ഷാഡോ വർക്കിൽ ഇത്രയും തിക്കായിട്ടല്ലല്ലോ നമ്മൾ ത്രെഡ് എടുക്കുന്നത്, തിക്കായിട്ടുള്ള വർക്കല്ല വരുന്നത്. ഇതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെളിയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പൊങ്ങി നിൽക്കുന്നു അത്രയും ഭംഗിയായിട്ട്, അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ ചിക്കൻ കറി വർക്ക് കൂടുതലും ചെയ്യുന്നത്. ത്രെഡ് വർക്ക് ചെയ്തേക്കുന്ന ത്രെഡ്
ഇത് ക്ലോത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ നല്ല കട്ടിക്കാണ് ചെയ്യുന്നത്. ഷാഡോ വർക്കിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഡോയാണ് കൂടുതൽ കാണുന്നത്. മറ്റേത് നേരിയ രീതിയിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ വെളിയിൽ കൂടെ കാണുന്നേ ഉള്ളൂ. അതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം നോക്കിയാൽ. പിന്നെ വൈറ്റിലാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും വേറെ വേറെ കളറുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? ഇത് സംഭവം മനസ്സിലായല്ലോ കാര്യം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വരെ ഓടിച്ച് വന്നിട്ട് ഇതിന് ചേർക്കുന്നത് ഇതുമായിട്ട് തമ്മിൽ അങ്ങ് ചേർക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകം ഇതുകൊണ്ട് ചെയ്യാം. ഞാനത് ചെയ്ത് വരുമ്പം കാണിക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇനിയിപ്പോൾ സ്വല്പം കൂടെ അകത്തി വിടുവാണ്. വലിയ ബാക്ക് സ്റ്റിച്ചുകളായിട്ടാണ് കുത്താൻ പോകുന്നത്. അപ്പം വർക്ക് ഇച്ചിരി കൂടെ സ്പീഡ് നീങ്ങും. ആദ്യമെല്ലാം നമ്മൾ അടുപ്പിച്ച് കുഞ്ഞതാണ് കുത്തിയത്. ഇനിയിപ്പോൾ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ അകത്തി നമ്മുടെ വരയിൽ ഷേപ്പിൽ എന്തെങ്കിലും ചളുക്കോ പൊട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു വീതി വ്യത്യാസം കാണുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയാൽ മതി. ആ വീതി വ്യത്യാസം ഇവിടെയൊക്കെ ഇച്ചിരി വീതി വ്യത്യാസം ഉണ്ടാകും. ഞാൻ പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കണ്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാനെന്നാൽ ഇത് കാര്യം മനസ്സിലായെങ്കിൽ ഇത് വേഗം ഇവിടെ വരെ ആക്കി കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് കണ്ടില്ലേ, അകത്തിയാണ്, കുറച്ചുകൂടെ അകത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് മുമ്പത്തേക്കാളും. അങ്ങനെ ക്രമേണ അകത്തി കൊണ്ടുവരും. ഒറ്റയടിക്ക് അകത്താൽ നിന്ന് ഓർത്താണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുണ്ട്. ഇത്രയും ചെയ്തതിൻ്റെ ബാക്കി ഞാൻ കാണിക്കാം. ബാക്കി വശം കണ്ടില്ലേ, ഇങ്ങനെയാണ് ബാക്കി വരുന്നത്. നമ്മുടെ വർക്ക് ഇങ്ങ് വരെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇവിടേക്ക് ചേർക്കാറായി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മാങ്ങയുടെ ആ ഫസ്റ്റ് ഷേപ്പിന് ഒരു പൂർണ്ണത വരുന്നത് ഇത്രയും കൂടെ ചെയ്യുമ്പം ആയിക്കോളും. അത് കഴിയുമ്പോൾ നമുക്ക് ആ ടിപ്പ് ഭാഗം സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് കൊടുത്താലും മതി, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഭാഗം നമുക്ക് ഇത്ര ഇങ്ങനെ ചെയ്ത് ഇവിടെ നമ്മൾ ഈ ആദ്യത്തെ ഈ പോർഷനോട്ട് യോജിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ ഈ വശത്തെ സ്റ്റിച്ച് നമുക്ക് ഫിനിഷായി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിട്ടുണ്ട്. ഇങ്ങേ വശത്ത് ഒരെണ്ണം കൂടായി കഴിയുമ്പോഴത്തേന് കണ്ടില്ലേ, ഇവിടവും ഫിനിഷായി. അപ്പോൾ ഈ ഒരു ഷേപ്പ് അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ചെയ്യുമ്പോൾ ഈ ഷേപ്പ് പൂർണ്ണമായി. നമുക്കിതിൻ്റെ ടിപ്പ് ഭാഗം ഒന്നെങ്കിൽ ടിപ്പ് ഭാഗം ചെയ്യാം, അല്ലെങ്കിൽ ഈ റൗണ്ട് ഭാഗമോ അല്ല സെൻറ്റർ ഭാഗമോ ഏത് ഭാഗം വേണമെങ്കിലും ഇനി അടുത്തായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടം കൊണ്ട് ഞാൻ ഈ ത്രെഡ് ഒന്ന് കെട്ടിയതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം അടുത്തായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഇവിടം കൊണ്ട് ഞാനങ്ങ് വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് ത്രെഡ് കട്ട് ചെയ്യാതെ എടുക്കാം. പക്ഷേ ഈ ഒരു ചിലപ്പോൾ അടി കൂടെ ഒത്തിരി നീളത്തിൽ കാണാനൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ കെട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്കി പോർഷൻ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ത്രെഡ് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് അപ്പുറത്തേക്ക് ത്രെഡ് എടുക്കാൻ പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ ചേർത്ത് കട്ട് ചെയ്യുക. ഇനിയിപ്പം ത്രെഡിന് കെട്ടിയ ശേഷം നമുക്ക് പുതിയതായിട്ട് ഈ പോർഷൻ ചെയ്യാനായിട്ട് എടുക്കാം. ഈ പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വിടുന്നത് കൊണ്ട് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചിൽ അങ്ങ് ചെയ്ത് വിടുകയാണ്. ബാക്ക് സ്റ്റിച്ചിൽ ചെയ്ത് ഇങ്ങനെ ടിപ്പിൽ വന്നിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ റിംഗ് ബോൺ ചെയ്ത് ഇതേപോലെ തന്നെ തോന്നും. ഈ ഒരു ടിപ്പ് കൊണ്ടുവന്ന് ഇവിടെ ഒരു ടിപ്പിലൊരു ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണ്. മൂന്ന് ചുറ്റിയുള്ള ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ വർക്കുകളെല്ലാം ഞാൻ പറഞ്ഞില്ല ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന വർക്കുകളായതുകൊണ്ട് 3 ചുറ്റിയുള്ള ഒരു ഫ്രഞ്ച് നോട്ട് അവിടെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകിൽ ഉൾഭാഗം ചെയ്യാം, അല്ല ഇവിടെ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഭാഗം ചെയ്യാം, ശേഷം അകവശം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ വെച്ച് ഞാനിത് കെട്ടി നിർത്തുവാണ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചുറ്റുമുള്ള റൗണ്ടുകളാണ്. ഇവിടേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഏറ്റവും ലാസ്റ്റൊക്കെ ഓരോ ഫ്രഞ്ച് നോട്ടുകൾ തന്നെ മതി. ഇവിടെയൊക്കെ വലിയ വട്ടങ്ങളാണ്. ഈ വലിയ വട്ടങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചിലാണ്.
സാറ്റിൻ സ്റ്റിച്ചിൽ വലിയ വട്ടം ചെയ്യുകയാണ്. ഈ വട്ടങ്ങൾ ഇങ്ങോട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൂടെ ത്രെഡ് കട്ട് ചെയ്തില്ലെങ്കിലും ഒരു സ്വല്പം നീണ്ട് കാണുന്നേ ഉള്ളൂ. അങ്ങനെ ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ചിൽ ചെയ്യുവാണ് ഞാൻ. ഓരോ തവണയും ഇങ്ങനെ അടിയിൽ നിന്ന് കുത്തി പിന്നെ താഴെ നിന്ന് പൊക്കാനുള്ള അസൗകര്യം ഒഴിവാക്കാനായിട്ട് മുകളിൽ നിന്ന് തന്നെ അങ്ങ് കുത്തി എടുക്കുവാണേ. ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കുത്തിയാൽ നമുക്ക് അടിയിലോട്ട് ഈ ത്രെഡ് ഓടിക്കാതെ വേഗം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് ചെയ്യുവാണേ. സാറ്റിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ സാറ്റിൻ പോലെ തന്നെ നല്ല മിനുസമായിട്ട് വരുന്ന പോലെ അടുപ്പിച്ച് ചെയ്യുന്നതാണ്. ഇത് 6 ഇഴ നൂലിട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. ഇത് ഇങ്ങനെ അടുപ്പിച്ച് ഞാനങ്ങ് കുത്തുകയാണേ. ഒരു തവണയും കൂടെ ഒരു 2 തവണയും കൂടെ കുത്തുമ്പോൾ ഏകദേശം നമ്മുടെ അത് ഫില്ലാകാനുള്ള വലുപ്പം ആകും. ഒറ്റയൊരു കുത്തൂടെ കുത്തി ഇറക്കി വിടുകയാണ്. അപ്പം ഈ ആദ്യത്തെ ഒരെണ്ണം ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെയാണങ്ങ് ഓടിച്ച് വിട്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു വര അടിയിൽ കൂടെ വരും. അത് സാരമില്ല. നമുക്ക് ഈ ഒത്തിരി വർക്കുകളൊക്കെ ചെയ്യുമ്പം ആ ഇടയ്ക്കൂടെ ഒരു വരയൊന്നും സാരമില്ല. ചിക്കൻ കറിയിൽ അങ്ങനെ ഇടയ്ക്കൂടൊക്കെ ഒന്ന് കാണാറുണ്ട് അടുത്തടുത്തുള്ള വർക്കുകൾക്ക് കട്ട് ചെയ്യാതെ. കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് നൂല് പിന്നെ ഒരു കെട്ട് കാണുന്നതിലും ഒരു ജസ്റ്റ് ഒരു അടിയിൽ കൂടെ ഒരു നൂല് ഓടുന്ന ഒന്ന് കാണുന്നേ ഉള്ളൂ. അതുകൊണ്ട് കട്ട് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഈ ഒരു കുത്തൂടെ തീരുമ്പോൾ ഈ അടുത്ത ഇതും ഫിനിഷായി. ഇനിയിപ്പോൾ അടുത്തതാണ് ചെയ്യുന്നത്. ഈ സാറ്റിൻ വർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ഞാൻ വർക്ക് അത് തീർന്നതിന് ശേഷം കാണിക്കാം. അപ്പോഴും നമ്മളിനി വർക്ക് നമ്മുടെ ഈ സൈഡിലത്തെ വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഭാഗമാണ് ചെയ്യാനുള്ളത്. സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഷോർട്ട് ആയിട്ടാണുള്ളത് കാണാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ബാക്കിലേക്കൊന്ന് കുത്തി ശേഷം അടുത്ത ഈ ഓപ്പോസിറ്റ് സൈഡിലെ ഇവിടേക്ക് എടുത്ത് ബാക്കിലേക്കാണ് കുത്തുന്നത്. ഇതിനെ ഇച്ചിരി വരച്ചതിനൊരു ഷേപ്പ് കുറവുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇപ്പുറേ വശത്ത് കുത്തുന്നു. ഇവിടേക്ക് എടുത്ത് ഇവിടെ കുത്തി ബാക്കിലേക്ക് വിടുന്നു. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തന്നെ ചെയ്ത് നമുക്ക് ഈ ഒരു ഫിഗർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിനകം മുഴുവൻ ഷാഡോ ആയിട്ട് കാണാനും പറ്റും. അങ്ങനെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ കാരി വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കാരിയിൽ സാധാരണ കാണുന്ന ഒരു ഡിസൈനാണിത്. ഈ ഡിസൈനൊക്കെ കുർത്തിക്കൊക്കെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നിറയെ വർക്ക് ചെയ്തിട്ട് ബാക്കിൽ കുർത്തികളുടെ ബാക്കി വശത്ത് ഒരു ഇതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ സാധാരണ ഈ ഒരു ഡിസൈന് യൂസ് ചെയ്യുന്നതാണ്. സാരിയിലാണെങ്കിലും നിറയെ വർക്ക് മുന്താണികളിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വെച്ച് വേണമെങ്കിൽ ഈ ഒരു വർക്ക് കൊടുക്കാവുന്നതാണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചിക്കൻ കാരി ഡിസൈനാണ് ഈ മാങ്ങ ഷേപ്പ്. അപ്പോൾ എന്നാലും ഞാൻ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഫിനിഷ് ആക്കിയ ശേഷം ഇനി കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പോർഷൻ ലാസ്റ്റ് തീരാറാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇതുണ്ടല്ലേ ഇങ്ങനെ ബാക്കിലേക്ക് കുത്തും.
ഇനി ഇപ്പോൾ വരുന്ന ഈ ഇത്ര ഒരു ഗ്യാപ്പുള്ള ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്ത് ഫില്ല് ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ആണ് നമ്മൾ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക് കണ്ടില്ലേ. ലക്നൗകാർക്ക് മാത്രമല്ല ചിക്കൻകാരി വർക്ക് അങ്ങനെ നമുക്കും ചെയ്യാം. ഇതേപോലെയൊക്കെയുള്ള ഡിസൈനുകൾ മെറ്റീരിയലെടുത്ത് ചെയ്ത് നമുക്കും ലക്നൗ ചിക്കൻകാരി വർക്ക് ചെയ്ത് കുർത്തിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം കേട്ടോ. എങ്ങനെയുണ്ട് വർക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ലക്നൗക്കാർക്ക് മാത്രമല്ല നമുക്ക് ചിക്കൻകാരി വർക്കൊക്കെ ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ചിക്കൻകാരി വർക്കിൽ കുർത്തിയോ സാരിയോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്ക്. വളരെ നമുക്ക് സന്തോഷം തോന്നുന്നൊരു വർക്കാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നുന്നൊരു വർക്കാണ് ഈ ചിക്കൻകാരി വർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.